നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടിയെക്കുറിച്ച് ഒരു തവണ പഠിച്ചാൽ എന്നും അതേ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളിൽ മനോഹരമായ ശില്പങ്ങൾ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇന്നലകളിലും കരഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നതെങ്കിൽ നാളെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നു, ദേഷ്യഭാവത്തോടെ വരുന്നു. ഇത് ഒരു കുട്ടിയുടെ പ്രകൃതമാണെങ്കിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഒരേ ദിവസം ഒരേ സമയം ഒരു ക്ലാസ്സിൽ കൈകാര്യം ചെയ്യേണ്ട നമ്മൾ വെറും ചോക്ക് കഷ്ണത്തിലോ ബ്ലാക്ക് ബോർഡിലോ ഉരുകിത്തീരേണ്ടവരില്ല. ആധുനികതയുടെ ലോകത്തേക്ക് വഴിതിരിഞ്ഞ് നമ്മളുടെ മക്കളെ ഉന്നതമായ ശില്പങ്ങൾക്ക് വിധേയമാക്കി ഈ രാജ്യത്തിന് ഈ സമൂഹത്തിന് ഉതകുന്ന നല്ല സൃഷ്ടികളാക്കി വാർത്തെടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട്. ഇവിടെയാണ് നൂതനമായ ആശയങ്ങളുമായി ഞങ്ങളുടെ മലപ്പുറം ബാച്ചിന്റെ കീഴിൽ പരപ്പനങ്ങാടി BRCയുടെ കീഴിൽ പുതിയ പദ്ധതിയുമായി ഞങ്ങളെ സമീപിക്കുന്നത്. താങ്ങായി തണലായി പഠനത്തിൽ പ്രയാസം നിൽക്കുന്ന കുട്ടികളെ അവരെ ഏതെല്ലാം വിധത്തിൽ മുന്നോട്ട് കൊണ്ടുവരാം. നമ്മുടെ മുന്നിൽ ക്ലാസ് റൂമിൽ എത്തുന്ന കുട്ടികൾ വിവിധ ഭൗതിക സാഹചര്യങ്ങൾ, അവരുടെ ബുദ്ധിയും വികാസവും വികാരങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ഇവരിൽ പല കഴിവുകളുള്ളവർ, പല ആശയങ്ങളുള്ളവർ, വൈവിധ്യമായ ചിന്താഗതികളുള്ളവർ, ഇതിൽ പ്രയാസം നേരിടുന്ന ഒരു കൂട്ടം കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. നിത്യേന നമ്മുടെ ക്ലാസ്സുകളിൽ ബാക്ക് ബെഞ്ചുകാരനായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ അവർ ബാക്ക് ബെഞ്ചുകാരനാവേണ്ടവരല്ല. അധ്യാപകരായ നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളുടെ ആശയങ്ങളിലൂടെ, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ നാം അവരെ പരിപോഷിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി പരപ്പനങ്ങാടി BRCയുടെ കീഴിൽ വന്ന ഒരു പദ്ധതിയാണ് താങ്ങായി തണലായി. പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന ദർശനത്തിന് അനുസൃതമായി പാദവാർഷിക ആത്യന്തിക മൂല്യം നടത്തുകയും കുട്ടികളുടെ പ്രതികരണങ്ങൾ വിശകലനം ചെയ്യുകയുമായി. ഈ ഗ്രേഡുകൾ ലഭിച്ച കുട്ടികളെ വിദ്യാലയങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കി. അടിസ്ഥാന ഭാഷാശേഷി ഉറക്കാത്ത കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇവ പരിഹരിക്കുന്നതിനായി പരപ്പനങ്ങാടി BRCയുടെ കീഴിൽ നടപ്പാക്കി വരുന്ന തനതു പരിപാടിയാണ് താങ്ങായി തണലായി. ഞങ്ങളുടെ വിദ്യാലയം പരപ്പനങ്ങാടി സബ് ജില്ലയിലെ ചെമ്മാട് എന്ന പ്രദേശത്ത് CK നഗർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു LP വിദ്യാലയമാണ്. ഓരോ ഡിവിഷനും 4 ABCD എന്നതിൽ 16 ഡിവിഷനുകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു വിദ്യാലയം. ഈ വിദ്യാലയത്തിന്റെ സാഹചര്യത്തിൽ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന കുട്ടികളിൽ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ പോകേണ്ടവരിൽ ഏതാനും കുറച്ച് കുട്ടികൾ പിന്നോക്കം നിൽക്കുന്നതായി കണ്ടെത്തുന്നു. അതിലാണ് ഞങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിലേക്ക് ഈ നമ്മുടെ മൂല്യനിർണ്ണയത്തിലൂടെയൊക്കെ നമ്മൾ ഈ കുട്ടികളെ കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ എന്നും പിന്നോട്ട് വെക്കേണ്ടവരില്ല, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. അവർ എന്തെല്ലാം ലക്ഷ്യങ്ങളിലൂടെയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകേണ്ടവര്? കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മികവിന്റെ ഉടമകളാക്കി മാറ്റുക, എല്ലാ കുട്ടികളിലും അടിസ്ഥാന ഭാഷാശേഷികൾ ഉറപ്പാക്കുക, സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ താൻ ആർജിച്ച ഭാഷാശേഷികൾ ഉപയോഗപ്പെടുത്താൻ പ്രാപ്തനാക്കുക. കുട്ടികൾ അവന്റെ ഒരു അക്ഷരങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കുള്ള കൈമാറ്റമല്ല, അവന്റെ മനധരങ്ങളിൽ ഉദിച്ചു വരുന്ന ആശയങ്ങളെ എഴുത്തിലൂടെയും വായനയിലൂടെയും അവർക്ക് അത്തരത്തിൽ അവന്റെ ജീവിതങ്ങളുമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അവന്റെ ഭാഷയെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ലക്ഷ്യത്തോടുകൂടി ഇതിനുവേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ എത്രമാത്രം കുട്ടികൾ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ, അവന്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നതിൽ പ്രയാസപ്പെടുന്നെന്ന് കണ്ടെത്താൻ വേണ്ടി ആദ്യമായി ഞങ്ങൾ ഒരു പ്രീ ടെസ്റ്റ് നടത്തുകയാണ്.
പ്രീ ടെസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിലെ 55 കുട്ടികൾ എ ഗ്രേഡിലൂടെയും 28 കുട്ടികൾ ബി ഗ്രേഡിലൂടെയും 17 കുട്ടികൾ സി ഗ്രേഡും 7 കുട്ടികൾ ഡി ഗ്രേഡും ഇ ഗ്രേഡിൽ 5 കുട്ടികളും എത്തി നിൽക്കുന്നു. ഇങ്ങനെ ഓരോ ക്ലാസിന്റെയും ഗ്രാഫുകൾ ഇവിടെ പ്രദർശിപ്പിച്ചു. ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 1ാം ക്ലാസ്സിൽ നിന്നും 12 കുട്ടികൾ, 2ാം ക്ലാസ്സിൽ നിന്ന് 25, 3ാം ക്ലാസ്സിൽ നിന്ന് 19, 4ാം ക്ലാസ്സിൽ നിന്ന് 20, ഇങ്ങനെ 76 കുട്ടികൾ ഡി ഇ ഗ്രേഡ് നേടി നിൽക്കുകയാണ്. അവന്റെ ഭാഷാ വികാസത്തിൽ അധ്യാപകരായ നമ്മൾ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതെന്ന് തിരിച്ചറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം മേഖലകളിലേക്കാണ് നമ്മൾ അവരെ പ്രയാസമെന്ന് കണ്ടെത്തുന്നു. അവർക്ക് വായനയിൽ കൂട്ടക്ഷരങ്ങൾ വായിക്കുന്നതിൽ ചെറിയ പ്രയാസമുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കാണുന്നതാണ്. കുട്ടികൾ വായിക്കുമ്പോൾ ഇടയ്ക്ക് നിർത്തിപ്പോകുന്നു. കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നു. ടീച്ചർ പറയുന്നു ഖ ഠ. അതിന്റെ അക്ഷരങ്ങൾ അവൻ വീണ്ടും ആവർത്തനത്തിലൂടെ വീണ്ടും ടീച്ചർ പറയുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ദിവസവും വായനയുടെ സ്റ്റോപ്പ് അവിടെ എത്തുമ്പോൾ നിൽക്കുകയാണ്. അത്തരത്തിൽ ചില്ലക്ഷരങ്ങൾ, വാക്യഘടനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് വായനയിൽ പ്രയാസമുണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അക്ഷരഘടന, വാക്കുകൾ തമ്മിലുള്ള അകലം, ചിഹ്നങ്ങൾ വിട്ടുപോകൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ കുട്ടികൾ നേരിടുന്നെന്ന് കൃത്യമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ട പ്രശ്നങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞതുണ്ട്. ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ SRG കൂടി ഈ വിഷയങ്ങൾ ഞങ്ങൾ അവതരണം ചെയ്യുന്നു. അത് അവലോകനം ചെയ്തു. ഈ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിൽ CPTA കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ മാത്രമല്ല, വിദ്യാലയത്തിൽ നമ്മളെപ്പോലെ പങ്കുവഹിക്കേണ്ടവരാണ് നമ്മുടെ രക്ഷിതാക്കൾ. ഈ രക്ഷിതാക്കൾ നമ്മളോട് കൈകോർത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. തീരുമാനം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. പ്രീ ടെസ്റ്റ് നടത്തിയതിനു ശേഷം പിന്തുണ വേണ്ട മേഖലകൾ കണ്ടെത്തി. അനുയോജ്യമായ പഠന പ്രവർത്തനം ക്ലാസ് തലങ്ങളിൽ ആസൂത്രണം ചെയ്തു. അനുയോജ്യമായ വർക്ക്ഷീറ്റ്, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്ര കാർഡുകൾ എന്നിവ നൽകി. ഇതെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികളാണെങ്കിലും അതിനൊരു ക്രമത്തോടുകൂടി, അതിന്റെ അടുക്കും ചിട്ടയോടുകൂടി പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യബോധത്തിലെത്താൻ കഴിയുന്നത്. കൃത്യമായ ഇടവേളകളിൽ ക്ലാസ് SRG നടത്തി വിലയിരുത്തുകയും കൂടുതൽ പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു. പഠന പിന്നോക്കാവസ്ഥ നേരിടുന്നുവെങ്കിലും കലാരംഗത്ത് മികച്ചു നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി മികവ് അവതരിപ്പിക്കാൻ അസംബ്ലിയിൽ കൂടുതൽ അവസരം നൽകി. ഈ കുട്ടികൾ ബാക്ക്വേർഡായി അവർ എന്നും പിന്നോട്ട് നിൽക്കുമ്പോൾ അവരിൽ ഏതെങ്കിലും ചില കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കണ്ടെത്തുക അധ്യാപകന്റെ പ്രധാന ദൗത്യമാണ്. ആ പ്രോത്സാഹനത്തിലൂടെ ആ കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിനിടയിൽ പാദവാർഷിക പരീക്ഷ, 1ാം പാദവാർഷികവും 2ാം പാദവാർഷികവും കടന്നു വന്നു. ഡി ഗ്രേഡിലും ഇ ഗ്രേഡിലും കൃത്യമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ വിജയസ്പർശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ വിദ്യാലയം മുന്നോട്ട് നീങ്ങുന്നു. ഇതിനിടയിലാണ് നമ്മുടെ പുതിയ പദ്ധതി താങ്ങായി തണലായി പരപ്പനങ്ങാട് BRCയിൽ നിന്ന് ഞങ്ങളുടെ വിദ്യാലയത്തിലെത്തുന്നു. BRC തലത്തിൽ 2 അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചു. തസ്രി ബാനു ടീച്ചർ, ഷിബില ടീച്ചർ. ഈ ടീച്ചർ കൃത്യമായി പരിശീലനങ്ങളിൽ പങ്കെടുത്തു. പരിശീലനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ തലത്തിൽ SRGകൾ കൂടി പ്രവർത്തന പദ്ധതി വിശദീകരിച്ചു. പദ്ധതി കൺവീനർ അധ്യാപകർക്ക് കൃത്യമായ ചുമതലകൾ വീതിച്ചു നൽകി. നമ്മൾ പലപ്പോഴും പല ട്രെയിനുകളിലും പങ്കെടുക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവം, അധ്യാപകരിൽ ആരാണോ ട്രെയിനിങ് പോയത് പിന്നീട് ആ പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആ അധ്യാപകന്റെ തലയിലേക്ക് വന്നു വീഴുന്നു. അത് മാറണം.
ട്രെയിനിങ്ങിന് പോയ അധ്യാപകൻ അതിന്റെ ചുമതല മാത്രമാണ്. അത് നടപ്പിലാക്കേണ്ടവർ കൂടെയുള്ള സഹപ്രവർത്തകരാണ്. അതിന് കൃത്യമായി നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് ഓരോരോ ചുമതലകൾ വീതിച്ചു നൽകുക എന്നത് പഠന മുന്നേറ്റത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നതാണ്. അതടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൺവീനർ കൃത്യമായി ചുമതലകൾ വീതിച്ചു നൽകി. അതുപോലെ തന്നെ ഓരോ ക്ലാസ് തലത്തിലും സബ് കൺവീനർമാരെ നിയമിക്കപ്പെട്ടു. 1-ാം ക്ലാസ്സിനും 2-ാം ക്ലാസ്സിനും 3-നും 4-നും ഓരോ കൺവീനർമാരെ നിയമിച്ചു. ഇത് തന്നെ അധ്യാപകർക്ക് മോഡൽ ക്ലാസുകൾ, ട്രൈ ഔട്ടുകൾ നൽകി ഈ കുട്ടികളെ എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുവരാം. ഇതിനനുബന്ധമായി ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ ട്രൈ ഔട്ടുകളും മോഡൽ ക്ലാസുകളും അധ്യാപകർക്ക് ആദ്യം നൽകി. നവംബർ 15-ന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ നമ്മുടെ പ്രിയപ്പെട്ട നൗഫൽ സാർ ഞങ്ങളുടെ വിദ്യാലയത്തിലെത്തി ഏകദിന പരിശീലനം ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും നൽകി. മയങ്ങി ഉണരും നൗഫൽ സാറിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നടത്തിയ ക്ലാസ് വളരെ രസകരവുമായി കുട്ടികളിൽ ആവേശവും അവരിൽ താല്പര്യവും വർദ്ധിപ്പിക്കാൻ അത് കാരണമായി. അതിന്റെ തുടർച്ചയായി പഠനോപകരണ ശില്പശാലകൾ സംഘടിപ്പിച്ചു. പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് സ്കൂളിന്റെ തനതു പഠനോപകരണം നിർമ്മിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൃത്യമായ പഠനോപകരണങ്ങൾ എല്ലാ കുട്ടികളെയും കാണുന്നത് പോലെ ഈ കുട്ടികളെ കണ്ടാൽ പോരാ, അവരുടെ വികാസങ്ങൾക്കും അവരുടെ ബൗദ്ധിക മണ്ഡലത്തിനും യോജിക്കുന്ന തലത്തിലുള്ള പഠനോപകരണങ്ങൾ അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ പഠനോപകരണങ്ങൾ നിർമ്മിച്ചു. അത് രക്ഷിതാക്കളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശില്പശാല ഡിസംബർ 9-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങൾ സംഘടിപ്പിച്ചു. സ്വരാക്ഷരവും അത് ഉച്ചരിക്കുന്ന ശബ്ദവുമുള്ള ചിഹ്നങ്ങളും വരുന്ന കാർഡ് ഉണ്ടാക്കാനുള്ള വർക്ക്ഷോപ്പുകൾ നൽകി. അതോടൊപ്പം തണലായി പദ്ധതിയുടെ ക്ലാസിന്റെ മോഡൽ രക്ഷിതാക്കൾക്ക് ധാരണ നൽകുകയും ചെയ്തു. നമ്മൾ എന്തൊരു പരിപാടി നമ്മൾ പുതിയ പേരിട്ട് വിദ്യാലയങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണം. രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അറിയാവുന്നതാണ്. അത് പലതലത്തിൽ പല രീതിയേന അത് ചിന്തയ്ക്ക് നാട്ടുകളിലെ ചർച്ചകൾക്കും വിധേയമാകാം. അതുകൊണ്ട് രക്ഷിതാക്കളെ കൂടി നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. രക്ഷിതാക്കളെ ഈ തലത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ചെറിയ കഥ പറയാം. നാട്ടിൽ ഒരു അടിപിടി കൂടുകയാണ്. അടിപിടി കൂടുമ്പോൾ അത് ഒന്ന് മധ്യസ്ഥ ചർച്ചയിലേക്ക് വെക്കുന്നു. ആജിയാരുടെ മക്കളാണ് അടിപിടിയിൽ മുൻപന്തിയിലുള്ളവർ. സഭ കൂടുന്നു, ചർച്ച ചെയ്യുന്നു, പല വിധേനയുള്ള ചർച്ചകൾക്ക് വിധേയമാക്കുന്നു. അവസാനം അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാൾ പറഞ്ഞു, ആജിയാർ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. ഇത് കേട്ട ആജിയാർ ഉടനെ എഴുന്നേറ്റു. ആരടാ നിരപരാധി? എൻ്റെ വാപ്പയ്ക്കാരൻ നിരപരാധിയാണ്. ആജിയൻ എന്ത് ഈ കാര്യം പറഞ്ഞു? ഓൻ നല്ല കാര്യമില്ലേ പറഞ്ഞു വെച്ച്. അപ്പോഴാ പറഞ്ഞത്, എന്നാ മലയാളത്തിൽ പറഞ്ഞോടേനോ. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മക്കളെ
പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മളുടെ രക്ഷിതാക്കളെയും കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ രക്ഷിതാക്കളെ കൃത്യമായി ബോധവൽക്കരിച്ചു കൊണ്ടുവന്നു. അവർക്ക് കൃത്യമായ ശില്പശാലകൾ നടത്തിക്കൊണ്ടുവന്നു. മൊഡ്യൂൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. സ്റ്റിക്കർ കാർഡുകൾ പ്രിന്റ് എടുത്ത് കുട്ടികൾക്ക് നൽകി. ഈ സ്റ്റിക്കർ കാർഡുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാർഡുകൾ കൊടുക്കുന്നു. കുട്ടികൾ അത് വെട്ടിയെടുക്കുന്നു, അവരുടെ നോട്ട് ബുക്കിലേക്ക് ഒട്ടിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് കണ്ട കാര്യങ്ങൾ വ്യക്തിഗതമായി അവതരിപ്പിക്കുന്നു. ചിത്രം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കുട്ടികൾ പ്രതികരിക്കുന്നു. ശേഷം ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. അധ്യാപിക ശരിയായി എഴുതി കാണിക്കുകയും തെറ്റുണ്ടെങ്കിൽ വട്ടമിട്ട് ശരിയായത് എഴുതാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഒരുമിച്ച് വായിക്കുന്നു. തുടർ പ്രവർത്തനമായി എഴുതിയ വാക്യങ്ങൾ വായിച്ചു പഠിക്കാൻ പറയുന്നു. അതായത് ചെറിയ ചെറിയ സ്റ്റിക്കർ കാർഡുകൾ കുട്ടികൾക്ക് നൽകുന്നു. അവരത് വെട്ടിയെടുത്ത് അതിൽ കണ്ട കാര്യങ്ങൾ അവരുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുന്നു. ഉദാഹരണത്തിന് ഞങ്ങൾ നൽകിയ ഒരു ചിത്രക്കാർഡ്. ഈ ചിത്രക്കാർഡിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു? കുട്ടി ഉടനെ എഴുതും കട. കട എഴുതാൻ അവൻക്ക് ഒരു പ്രയാസവുമില്ല. കട അവിടെയുണ്ട്. അടുത്തത് എഴുതാം, വട എഴുതാം, കാക്ക എഴുതാം, അമ്മ എഴുതാം, കുട്ടി എഴുതാം. അങ്ങനെയൊക്കെ അവൻക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ അവൻ എഴുതി വെക്കും. എഴുതി വെച്ചതിനെ വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കി അതിൽ തെറ്റുള്ളവ വട്ടമിട്ട് എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നു. ഇവിടെ കുട്ടി അവന്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ വിധേയമാക്കുന്നു. നോക്കാം. കട 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 തുറന്നു, വട 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 വടയുണ്ടാക്കി, കാക്ക 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 വന്നു, അട 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 കാക്ക കുത്തി, പട 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 പറ പറന്നു, നീങ്ങി നീങ്ങി ലത കരഞ്ഞു, കാക്ക പറന്നു കാക്ക കാക്ക പറന്നു കാക്ക. വളരെ രസകരമായി കുട്ടികൾ എഴുതിയ വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ പാട്ടുകളിലേക്കും അവരെ ഉദ്ദീപനിച്ചുകൊണ്ട് അവരുടെ ഭാഷയുടെ ഓരോ തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നു. അതിനനുസൃതമായി പിന്നീട് അവൻ എഴുതിയ ചെറുവാക്കുകളിൽ നിന്ന് വാക്യങ്ങളിലേക്ക് ആര് വന്നു? കമലത വന്നു. എന്തു ചെയ്തു? കട തുറന്നു. ചോദ്യങ്ങളിലൂടെ അവന്റെ ചിന്തയുദ്ദീപിക്കുന്നു. കട തുറന്നു, എന്നിട്ട് അടയും വടയും ഉണ്ടാക്കി. പിന്നെ കാക്ക വന്നു, പട പട പട, കാക്ക പറന്നു വന്നു. ഇങ്ങനെ അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന തരത്തിൽ ഒരു ചിത്രക്കാർഡുകളിൽ നിന്നും അവന്റെ ചിന്തകളെ നമ്മളോടൊപ്പം കൊണ്ടുവരുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളുടെ ഭാഷകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇങ്ങനെ ഇതുപോലെയുള്ള ധാരാളം ചിത്രക്കാർഡുകളാണ് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചത്. കൃത്യമായ സമയങ്ങളിൽ ഓരോരോ ചിത്രക്കാർഡുകൾ നൽകി അതിൽ നിന്നും അവർക്ക് എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള വാക്കുകളും വാക്കുകളിൽ നിന്ന് വാക്യങ്ങളിലേക്കും വാക്യങ്ങളിൽ നിന്ന് ആശയങ്ങളുള്ള വാക്യഘടനകൾ പാലിച്ച് അവന്റെ ലേഖനത്തെയും അതോടൊപ്പം വായനയും മെച്ചപ്പെടുത്തി വരികയാണ്. അവന്റെ ചിന്തയിൽ ഉദിക്കുന്ന ആശയങ്ങൾ ഉദിച്ച് ചെറിയ കഥകളിലേക്ക് അവന്റെ സർഗാത്മകതയെ വാർത്തുകൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിന് അനുയോജ്യമായ തലത്തിൽ ഞങ്ങൾ കൃത്യമായ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി. അതിൽ ഏതാനും ചില വർക്ക്ഷീറ്റുകളാണ് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അവർക്ക് പരിചിതമായ, നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പരിചിതവും അവർക്ക് രസകരവും മൃഗങ്ങളോടനുബന്ധിച്ച കഥകളാണ്. LP വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യം അതുതന്നെയാണ്. അതനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കളറിങ് കൊടുക്കുന്നു, അതിന്റെ പേരുകൾ എഴുതുന്നു, അതിന്റെ തുടർഘട്ടങ്ങൾ അവരെന്തെല്ലാം ചെയ്യുന്ന ചില വാക്യങ്ങളിലേക്ക് കടക്കുന്നു. തത്ത വന്നു, തത്ത പാറി വന്നു, പച്ച തത്ത പാറി വന്നു. ഇങ്ങനെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ തലത്തിൽ നമ്മളെപ്പോഴും വർക്ക്ഷീറ്റുകളൊക്കെ മറ്റുള്ളവരുടെ എടുക്കുമ്പോൾ അത് നമ്മളുടെ സാഹചര്യങ്ങളും അവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരിക്കില്ല മറ്റു വിദ്യാലയങ്ങളിലെ അധ്യാപകർ അഭിമുഖീകരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടിയുടെ ചിന്തയ്ക്ക് യോജിക്കുന്ന തരത്തിലുള്ള വർക്ക്ഷീറ്റുകൾ നമ്മൾ
ശ്രമിക്കുക. ഞങ്ങളെ വിദ്യാലയത്തിൽ അധ്യാപക കൂട്ടായ്മ ചേർന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി. ഇതിൽ ഞങ്ങൾ ആദ്യം വാക്കുകളായിരുന്നെങ്കിൽ പിന്നീട് ചിഹ്നങ്ങളിലേക്ക് കടന്നു വരികയാണ്. വിട്ടുപോയ ചിഹ്നങ്ങളെ അത് കൃത്യമായി പൂരിപ്പിച്ചു വിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. ശേഷം ചിഹ്നങ്ങൾ വെച്ചു വാക്യങ്ങളിലേക്കും കുട്ടികളുടെ ചിന്തകൾക്ക് വികാസം സംഭവിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇതുപോലെ വാഴ നട്ടു, കുല വന്നു, കാഴ പഴുത്തു, പഴം തിന്നു, എന്തു മധുരം. അവന്റെ ചുറ്റുപാടുകളിൽ അവൻ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ അവനിക്ക് എഴുതാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനും എളുപ്പമായിരിക്കാം. കുട്ടികളുടെ പരിസരവുമായി ബന്ധപ്പെടുത്തി ആയിരിക്കണം നമ്മുടെ വിദ്യാലയ സമ്പ്രദായങ്ങൾ എപ്പോഴും നീങ്ങി പോകേണ്ടത്. സ്വന്തം പരിസരത്തെ ചരിത്രം പഠിച്ചിട്ട് വേണം കേരളത്തിന്റെയും അത് കഴിഞ്ഞ് ഇന്ത്യയുടെയും അത് കഴിഞ്ഞ് ലോകത്തിന്റെയും ചരിത്രം പഠിക്കാൻ. അപ്പൊ സ്വന്തം പരിസരമാണ് അവന്റെ ആദ്യത്തെ വിദ്യാലയങ്ങളും അവന്റെ കുടുംബമാണ് അവന്റെ സമൂഹം. ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് വേണം വിദ്യാഭ്യാസത്തിൽ നൂതനമായ ആശയങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടത്. പിന്നീട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുകയാണ്. പഠന പ്രവർത്തനങ്ങളിൽ നമ്മൾ ബാക്ക് ബെഞ്ചിൽ നിന്നും പിടിച്ചു പോന്നിരുന്ന കൊച്ചുകുട്ടികൾ മുൻപന്തിയിലേക്ക് വരുന്നു. താല്പര്യം വർദ്ധിച്ചു. അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ ഞങ്ങളുടെ കഴിയുന്നു. ചെറുവാക്കുകൾ സ്വന്തമായി വായിച്ചു തുടങ്ങുന്നു. ഞങ്ങളിൽ വലിയ സന്തോഷവും ആനന്ദവും വർദ്ധിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് ചെറുവാക്കുകൾ ഒന്നും എഴുതാൻ കഴിയാത്ത കുട്ടികൾ ചെറുവാക്കുകൾ എഴുതി തുടങ്ങി. അക്ഷരക്കാർഡുകൾ ഉപയോഗിച്ച് വാക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇങ്ങനെ കൃത്യമായി നമ്മുടെ മക്കളെ പുരോഗതി ഞങ്ങൾക്ക് സാധിച്ചു.